ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത് മെയ് 27 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ തമിഴ്നാടിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ഈ 11 ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇന്നലെ ഞായറാഴ്ചയാണ് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയത്. ആദ്യ ദിവസം ഈ സിനിമ കേരളത്തിൽ കേവലം 8 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നതെങ്കിൽ 11ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,47 ലക്ഷം രൂപയാണ്. കേരളത്തിൽ 11 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 11,45 ലക്ഷം രൂപയുമാണ്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 1 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 11ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കളക്ട് ചെയ്തത് 2,50 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 11 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 21,95 ലക്ഷം രൂപയുമാണ്. 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 53 കോടിക്ക് മുകളിലുമാണ്. ജൂൺ 5 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, റോഷൻ ഷാനവാസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,86 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യ 3 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 5,50 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,05 ലക്ഷം രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 6,55 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 11,80 ലക്ഷം രൂപയുമാണ്. ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ബോളിവുഡ് സിനിമയാണ് ഹേ ദിവാനി തോ ഇഷ്ക് ഹോനാ ഹേ. ഡേവിഡ് ധവാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വരുൺ ധവൻ, മൃണാൾ താക്കൂർ, പൂജ ഹെഗ്ഡെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 24 കോടി രൂപയാണ്. ഗ്രോസ് കളക്ഷനായി 28,80 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 8,50 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 37,30 ലക്ഷം രൂപയാണ്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 50 കോടി റേഞ്ചിലാണ്. ജയറാം നായകനായി പാണ്ഡ്യരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ഉർവശി, മിസ്കിൻ, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 3 ദിവസം കൊണ്ട് 5,52 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 67 ലക്ഷം, കേരളത്തിൽ നിന്ന് 25 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം എന്നിങ്ങനെ 6,49 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,45, 8 കോടി റേഞ്ചിലാണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,80 ലക്ഷം രൂപ ഇന്നലെയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 86,25 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സിനിമ 18 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 233 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, റിയ ഷിബു, സെറിൻ ഷഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 25 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 37,49 ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. 25 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 68,90 ലക്ഷം രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.